നീലകേദാരപുരം എന്ന ഹരിതാഭവും പച്ചപ്പു നിറഞ്ഞതുമായ രാജ്യത്ത് നിർഭയനും ഇതിഹാസകാരനുമായ അനന്തരാജൻ ഭരിച്ചിരുന്നു. ജീവിതം സമൃദ്ധിയുടെയും ഐക്യത്തിന്റെയും ആഘോഷമായിരുന്നു. ഊർജ്ജസ്വലമായ പൂന്തോട്ടങ്ങളും സങ്കീർണമായ മതിലുകളും കൊണ്ട് ചുറ്റപ്പെട്ട കൊട്ടാരം രാജാവിന്റെ ശക്തിയുടെ തെളിവായി നിലകൊണ്ടു. അദ്ദേഹത്തിന്റെ നിധികളിൽ ഗാംഭീര്യമുള്ള ആനയാണ് രാജേന്ദ്രൻ. ഒരു നിർഭാഗ്യകരമായ ദിവസം ശാന്തമായ ശക്തിയുടെ പ്രതീകമായിരുന്ന രാജേന്ദ്രൻ എന്ന ആന ഭ്രാന്തനായി. കൊട്ടാര ഉദ്യാനത്തിലൂടെ രാജേന്ദ്രൻ മദം പൊട്ടിപ്പാഞ്ഞുകയറി മതിലുകൾ ഇടിച്ചു നിർത്തി, മരങ്ങൾ പിഴുതെറിഞ്ഞു. അനിയന്ത്രിതമായ കോപത്തിൽ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെടുമ്പോൾ കൊട്ടാരത്തിൽ ഭയം പടർന്നു. ബഹളം കേട്ട് അനന്തരാജൻ തന്റെ പ്രിയപ്പെട്ട ആനയെ നേരിട്ടു. ഉറച്ചതും ആജ്ഞാപിക്കുന്നതുമായ ശബ്ദം. "എന്റെ മകനെ രാജാ, വിശ്രമിക്കൂ," അദ്ദേഹം പറഞ്ഞു. എന്നാൽ രാജേന്ദ്രന്റെ കണ്ണുകൾ വന്യവും വഴങ്ങാത്തതുമായി അനുസരിക്കാൻ വിസമ്മതിച്ചു. അനന്തരാജൻ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. രാജേന്ദ്രന്റെ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കി. പക്ഷേ അവർക്കിടയിൽ വിചിത്രമായ എന്തോ ഒന്ന് കടന്നുപോയി. ജീവിതത്തിൽ ആദ്യമായി നിർഭയനായ രാജാവിന് ഒരു ഭയത്തിന്റെ മിന്നൽ അനുഭവപ്പെട്ടു. തന്റെ സർവശക്തനായ യജമാനൻ ഭയന്നു എന്ന് മനസ്സിലാക്കിയ രാജേന്ദ്രന്റെ കോപം രൂക്ഷമായി. ഒരു ദാരുണമായ വഴിത്തിരിവിൽ ആ മഹാമൃഗം രാജാവിനെ കൊന്നു. അനന്തരാജൻ വീണ നിമിഷം രാജേന്ദ്രൻ തന്റെ കോപം കെട്ടടങ്ങിയതുപോലെ ശാന്തനായി. തുടർന്ന് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തൂ. എല്ലാവർക്കും നന്ദി. ഹാപ്പി ഡേ.